രാഹുൽ മാക്കൂട്ടം അതിശക്തനായിട്ട് ഈ പ്രാവശ്യം UDF ക്യാമ്പിൽ മത്സരിക്കും എന്നുള്ള ഉറപ്പ് ഏകദേശം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും കൂടെ രാഹുൽ മാക്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും, അതായത് രാഹുൽ മാക്കൂട്ടം ഇല്ലാതെ ഇനിയിപ്പം തെരഞ്ഞെടുപ്പിൽ UDFന് നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തെ കൂടി ഉൾപ്പെടുത്ത ഒരു UDF ടീമായിരിക്കും ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്നു എന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, അതായത് രാഹുൽ മാക്കൂട്ടത്തെ എങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചകഞ്ഞ് ചിന്തിക്കുന്ന ചില അപൂർവം ചില നേതാക്കൾ ഇപ്പോൾ മറ്റൊരു തന്ത്രങ്ങളെ മെനയുന്നതായിട്ടൊന്ന് അറിവിലേക്ക് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, രാഹുൽ മാക്കൂട്ടത്തെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അനുവാദത്തോടു കൂടി, അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടമായിട്ട് മാത്രം പിന്നിലേക്കൊന്ന് മാറി നിൽക്കണം എന്നുള്ള രീതിയിലേക്ക് ചില കാര്യങ്ങൾ നീക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കൂടെ കൂടി സമ്മതത്തോടു കൂടി ഒരു സ്ഥാനാർത്ഥിയായിട്ട് നമുക്കറിയാം കോമഡി നടനൊക്കെ ആയിട്ടുള്ള ഒരു പിഷാരടീനെ പാലക്കാട്ട് നിന്ന് നിർത്തി മത്സരിപ്പിക്കാനും അത് രാഹുൽ മാക്കൂട്ടം തന്നെ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാക്കി ചിത്രീകരിക്കാനും ആ രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ വേറെ രീതിക്ക് നടന്നു നോക്കുന്നുണ്ട്. ഒരു പരീക്ഷണം ചില കോണുകളിൽ നിന്നുള്ള ഒരു ചർച്ചകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനൊന്നും കാര്യമായ പ്രസക്തി ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാക്കൂട്ടം മാറി നിന്നാൽ പോലും കൂടെ അതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തി രാഹുൽ മാക്കൂട്ടത്തെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് പൊതുസമൂഹം ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതുകൊണ്ട് രാഹുൽ മാക്കൂട്ടം ഇല്ല എങ്കിൽ അത് UDFൻ്റെ വിജയത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതൊരു സാധ്യത അങ്ങനെയാണ് പലരും നോക്കുന്നത്. അതായത് രാഹുൽ മാക്കൂട്ടം ഇല്ലാതെ ഈ പ്രാവശ്യം മത്സരിക്കാൻ ആയിട്ട് UDFന് സാധിക്കില്ല. കാരണം രാഹുൽ മാക്കൂട്ടത്തിനോടൊപ്പമാണ് പൊതുസമൂഹത്തിൻ്റെ ജനവികാരം ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണകൂട ഭീകരതയുടെ ആ ഒരു ഭീകരതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ പ്രതീക്ഷയോട് കൂടി കാണുന്ന പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു വക്താവ് അല്ലെങ്കിൽ ശക്തനായിട്ടുള്ള ഒരു യുവ നേതാവായിട്ട് രാഹുൽ മാക്കൂട്ടത്തെ കാണുമ്പോൾ, രാഹുൽ മാക്കൂട്ടത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യം ഇപ്പോൾ പ്രതിപക്ഷത്തിന് വന്നു ഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നു. എന്നാൽ രാഹുൽ മാക്കൂട്ടം മാത്രം അതിനത്ര തയ്യാറാകുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടം സ്വയം മാറി നിൽക്കാം എന്നുള്ള നിലയിലേക്ക് ചില ദുഷിച്ച ശക്തികൾ രാഹുൽ മാക്കൂട്ടത്തെ പിൻവലിപ്പിക്കാനായിട്ട്, അതായത് രാഹുൽ മാക്കൂട്ടമായിട്ട് മാത്രം മാറി നിൽക്കുന്നതാണ്, ഞങ്ങൾ രാഹുൽ മാക്കൂട്ടത്തെ മത്സരിപ്പിക്കാൻ തയ്യാറാണ്, പക്ഷേ രാഹുൽ മാക്കൂട്ടം തൽക്കാലം മാറി നിൽക്കുന്നു, അദ്ദേഹത്തിന് താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനായിട്ട് ചില ക്ഷുദ്രശക്തികൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, കോൺഗ്രസ്സിലെ തന്നെ ചില ക്ഷുദ്രശക്തികൾ ആ വഴിക്കൂടെ ഒന്നും ഒരു സാധ്യതയായിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. കാരണം അവർക്ക് അതിൽ കൂടുതൽ അവർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. രാഹുൽ മാക്കൂട്ടത്തിനെ അങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റും എന്ന് അവർക്കും പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് ആ രീതിക്ക് അവരൊരു സാധ്യത പോലെ പരിശ്രമിക്കുന്നു എന്ന് മാത്രം. അതിൻ്റെ ഫലമായിട്ട് അവർ കണ്ടു വച്ചിരിക്കുന്ന ഒരു ഫോർമുലയാണ് ഈ പിഷാരടി. നമുക്കറിയാം കോമഡി ഒരു നടനായിട്ടാണ് പിഷാരടി അറിയപ്പെടുന്നത്. ആ പിഷാരടിയെ പാലക്കാട് രാഹുലിന് പകരമായിട്ട് നിർത്തി മത്സരിപ്പിക്കാനും രാഹുൽ മാക്കൂട്ടം തൽക്കാലം ഒന്ന് മാറി നിൽക്കുക, സ്വയം മാറി നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാനും ഒക്കെ ആയിട്ടുള്ള ചില ചാരടുവലികൾ. പക്ഷെ അതൊന്നും ഇവിടെ പൊതുസമൂഹം അംഗീകരിക്കില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടം പൂർണ്ണ മനസ്സോടുകൂടി ഈ ഇലക്ഷനിൽ മാറി നിന്നാൽ പോലും കൂടെ അത് രാഹുൽ മാക്കൂട്ടത്തെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതാണ് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ ചിന്തിക്കും. കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കാണുന്നത് ഈ രാഹുൽ മാക്കൂട്ടത്തിലൂടെയാണ് ഇവിടെ പ്രതിപക്ഷത്തെ നോക്കിക്കാണുന്നത്. അതല്ലാതെ നമ്മൾ കുറേ ദിവസം മുമ്പ് പറഞ്ഞിരുന്ന പോലെ കുറേ എന്താ പറയുക, മുഖ്യമന്ത്രി കുപ്പായോ അല്ലെങ്കിൽ ഓരോരോ മന്ത്രി കുപ്പായങ്ങളൊക്കെ തയ്പ്പിച്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറേ നേതാക്കന്മാരിലൂടെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ജനവികാരം പ്രതിപക്ഷത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം ഇല്ല എങ്കിൽ ഒരു കാരണവശാലും UDFന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. നമുക്കറിയാം പിണറായിസ്റ്റ് ഭരണകൂടം എത്രമാത്രം ഭീകരമായിട്ടാണ് അവർ ഭരണം കൊണ്ടുപോകുന്നത്. ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ മലയാളികളിൽ മഹാഭൂരിപക്ഷം പേരും പ്രതികരിക്കുന്നു എന്ന് മാത്രമല്ല, ഏകദേശം ഒരു 90% ജനങ്ങളും ശരിക്കും പറഞ്ഞാൽ പിണറായിസ്റ്റ് ഭരണത്തിനെതിരെ ചിന്തിക്കുന്നവരാണ്. അതായത് അത് UDF ആണെങ്കിലും BJP ആണെങ്കിലും അതുപോലെ തന്നെ CPMലെ തന്നെ നല്ലൊരു വിഭാഗമാണെങ്കിൽ പോലും കൂടെ ഈ പിണറായിസ്റ്റ് ഭരണത്തിനെതിരെ ചിന്തിക്കുന്നവരാണ്.
അതായത് മലയാളികളിൽ 90% പേരും ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ പോലും കൂടെ അതിന് പ്രതീക്ഷയ്ക്കൊത്ത പ്രതിപക്ഷം ശക്തമായിട്ട് ഉയർന്നു വരണം. അതിൻ്റെ ഒരു വികാരം പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് പ്രതിപക്ഷം കൂടി അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും കൂടെ അവർക്ക് ഈ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയോട് അപൂർവം ചില കോൺഗ്രസ് നേതാക്കൾക്ക്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, UDF നേതാക്കളെന്നും പറയാൻ പറ്റില്ല, കോൺഗ്രസ്സിലെ തന്നെ അപൂർവം ചില കോൺഗ്രസ് നേതാക്കൾക്ക് ആ വ്യക്തി എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു അവസാനവട്ട പരീക്ഷണം പോലെയൊക്കെ നടത്തുന്ന ചില ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് പിഷാരടിയെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാം, പാലക്കാട് മത്സരിപ്പിക്കാം, അത് രാഹുൽ മാക്കൂട്ടം തന്നെ പിഷാരടിയെ പ്രസൻറ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അടിവരയിട്ട് പറയുന്നു, രാഹുൽ മാക്കൂട്ടം ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നിന്നെങ്കിൽ മാത്രമേ ഇവിടെ പ്രതിപക്ഷത്തിന് ജയിച്ചു വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അതില്ല എങ്കിൽ നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ എത്രയെല്ലാം PR വർക്കുകൾ ഇറക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം കനകോലുവിനെ രംഗത്തിറക്കിയിട്ടും ഒരു കാര്യവുമില്ല. നേരെ മറിച്ച് രാഹുൽ മാക്കൂട്ടം ഈ പ്രാവശ്യം UDF ക്യാമ്പിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ഒരു PR വർക്കും ചെയ്യേണ്ട, ഒരു കനകോലുമാരും വേണ്ട. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും കൂടെ UDFന് അതിശക്തമായ നിലയിൽ ജയിച്ചു വരാൻ പറ്റും, വമ്പൻ ഭൂരിപക്ഷത്തിൽ കടന്നു വരാനും പറ്റും. അതിനു മുമ്പ് നിങ്ങൾ പറയുന്ന മറ്റു പ്രചരണങ്ങൾക്കൊന്നും വലിയ അടിസ്ഥാനങ്ങളൊന്നുമില്ല. രാഹുൽ മാക്കൂട്ടം ഇല്ല എങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ നല്ലൊരു സെൻട്രൽ ഫോർവേഡ് കളിക്കാരനില്ലാത്ത ഒരു ഫുട്ബോൾ ടീമിൻ്റെ അവസ്ഥയായി പോകും നിങ്ങളുടേത്, UDFൻ്റേത്. അതുകൊണ്ട് തന്നെ ശരിക്കും രാഹുൽ മാക്കൂട്ടം എവിടെ നിന്ന് കഴിഞ്ഞാലും കേരളത്തിലെ ഇപ്പോൾ 140 മണ്ഡലങ്ങളിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും ജയിക്കുന്ന ഏക സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏക നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റ പേരേ ഉള്ളൂ, ശ്രീ രാഹുൽ മാക്കൂട്ടം തന്നെ. താങ്ക് യു.